നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ശത്രു മനോഭാവത്തോടു കൂടി പെരുമാറുന്ന കുറച്ച് പേരുണ്ട്. അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആൾക്കാർ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വിഷമങ്ങൾ, കുത്തുവാക്കുകൾ ഇതെല്ലാം നിങ്ങൾ നേരിടാൻ പോവുകയാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തു കഴിഞ്ഞാലാണ് അത് സക്സസ് ആവുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. 2 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഏതാണ് നിങ്ങൾ പിക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വരുന്നത്. ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. ഇതിൽ ഒരു കാർഡ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. ആ കാർഡിൻ്റെ റീഡിങ് ഞാൻ പറയും. ആദ്യത്തെ കാർഡ് തിരഞ്ഞെടുത്തവരാണെങ്കിൽ 7 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് നിങ്ങൾ വളരെയധികം ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. വളരെയധികം ചിന്തിച്ച് അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളത് ഒരുപാട് പേരെ വിശ്വസിച്ച് ഏത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും സക്സസ് ഇല്ലാതെ, കാരണം നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ തന്നെ നിങ്ങൾക്ക് ഒരു ചതി തന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതായത് വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരിക. പക്ഷെ അതെല്ലാം മാറി നിങ്ങളുടെ ലൈഫിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിഥ്യയായ ധാരണകൾ, തെറ്റിദ്ധാരണകൾ ഇതെല്ലാം മാറും. എന്തോ ഒരു കാര്യത്തിൽ സത്യം തെളിയാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എവിടെയൊക്കെയോ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അത് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ അറിയിക്കാൻ പോവുകയാണ്. അവരുടെ മുന്നിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാനായിട്ടും നിങ്ങളുടെ ക്ലാരിറ്റി തെളിയിക്കാനായിട്ടും ഈ ഒരു കാർഡിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പലതരത്തിലുള്ള ഓപ്ഷൻസും തീരുമാനിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ചിന്തിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. കൃത്യമായിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രം എടുത്താൽ മതി. കാരണം യാഥാർത്ഥ്യമല്ലാത്ത സ്വപ്ന ലോകങ്ങളിൽ നിന്ന് സഞ്ചരിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരൊക്കെ മാറ്റി ചിന്തിച്ച് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം എത്തുക. നിങ്ങൾക്ക് സക്സസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഇതാണ് ഫസ്റ്റ് കാർഡിൽ നിന്ന് വരുന്ന റീഡിങ്. രണ്ടാമത്തെ കാർഡിലെന്ന് പറയുന്നത്, ഈ കാർഡ് സെലക്ട് ചെയ്തവർക്ക് നമുക്ക് ഇതിൽ വരുന്നത് ദ ലവേഴ്സ്. അതായത് ഇതിൽ 2 വ്യക്തികൾ തമ്മിൽ ഭയങ്കര അധികം ഡെപ്തിൽ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കാം, വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അവിടെ നിന്നെല്ലാം ഒരു തുറന്നൊരു സംഭാഷണമില്ലാതെ അത് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ കാഴ്ചപ്പാടും ഒന്നും ഇങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പുതിയ എഗ്രിമെൻറ്റ്, പുതിയ കരാറുകൾ ഇതൊന്നും നിങ്ങളിപ്പോൾ സൈൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഈ കാർഡിൽ പറയുന്നത്. അതായത് ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ പുതിയ പാർട്ട്നേഴ്സിനെ എടുക്കുക, അല്ലെങ്കിൽ പുതിയ കമ്പനികളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥാനത്തേക്ക് വരാൻ, അതിലൊന്നും നിങ്ങളിപ്പോൾ തയ്യാറല്ല. ഒട്ടും പ്രിപ്പയർഡല്ല. മെൻ്റലി നിങ്ങൾ പ്രിപ്പയർഡല്ല. അതിൽ ഒരു സ്വന്തം വികാരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എഫേർട്ട് ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ പോലും ഒരാളില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയൊരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കണക്റ്റ് ആവാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണം. അതൊരുപാട് പേരായിട്ട് ആലോചിച്ച് എടുക്കണ്ട. നിങ്ങൾ തന്നെ സ്വയം ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളോട് തന്നെ സംസാരിച്ച് എന്താണ് ശരിയെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഹൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തത കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളിലേക്കും വ്യക്തത കൃത്യമായിട്ട് തന്നെ വരും കേട്ടോ. കാരണം മൂല്യങ്ങൾക്ക്, സമയത്തിന് ഇതെല്ലാം നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. അലസമായിട്ടിരിക്കരുത്. ഓക്കെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഓക്കെ അങ്ങനൊരു തരത്തിലിരിക്കരുത്. ഭയങ്കര അധികം സമയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു 2 കാർഡിലും വരുന്ന റീഡിങ്. ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും കണക്റ്റഡ് ആവണമെന്നില്ല, എന്തായാലും നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു വലിയൊരു ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്, ഒരു മറുപടി കൊടുക്കാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആലോചിക്കണം, 2 വട്ടം ആലോചിക്കണം. ചിലവർക്ക് സക്സസ് ചെയ്യാൻ പോകുന്നുണ്ട്.
ചിലരുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ നമ്മൾ സംസാരിക്കാൻ പോകരുത്, അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യണേ.